ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധവാര ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമയമാണ് നോമ്പുകാലം. ഈ ഒരു നോമ്പുകാലത്തിൽ കർത്താവ് പ്രത്യേകമായിട്ട് പാപമോചനം നൽകുകയും അതെല്ലാം അറിയുന്നത് നമുക്കറിയാം. അവൾ 7 പിശാചുകൾ ഒഴിപ്പിക്കപ്പെട്ടവളാണ്. അതോടൊപ്പം തന്നെ പാപിനിയായിട്ട് പിടിക്കപ്പെട്ടവളാണ്. പക്ഷെ അവൾ കർത്താവിൻ്റെ പാദത്തിൻ്റെ കീഴിൽ വന്നിരിക്കുകയും അവളുടെ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദം കഴുകുകയും തലമുടി കൊണ്ട് തുടക്കുകയും കർത്താവിനെ രക്ഷകനാഥനുമായ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കുന്നു, നീ മേലിൽ പാപം ചെയ്യരുത്. ഇവിടെ മഗ്ദലന മറിയത്തിനാണ് കർത്താവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് പോലും. ഏറ്റവും തഴയപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം മഗ്ദലന മറിയത്തിൻ്റെ ഉള്ളിൽ ഉദിച്ച പശ്ചാത്താപമാണ്. ആ പശ്ചാത്താപം ദൈവത്തിലേക്കുള്ള സ്നേഹത്തിൻ്റെ വലിയ വളർച്ചയായിരുന്നു. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് ഓർക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുള്ളവരാണ്. ചിലപ്പോൾ മാറ്റി നിർത്തിപ്പെടാം, അല്ലെങ്കിൽ പരിഹസിക്കപ്പെടാം. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. അതോടൊപ്പം തന്നെ പശ്ചാത്താപത്തിലേക്ക് നമ്മളെ തന്നെ നയിക്കാം. അതുവഴി കർത്താവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുന്ന വഴി കർത്താവ് നമ്മുടെ ജീവിതത്തിലും ഇടപെടലുകൾ ഉണ്ടാക്കുവാനുള്ള എല്ലാവിധ ഭാഗ്യവും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.